ഇയാളുടെ കാര്യം ഭയങ്കരമാണോ? സാറ് പ്രധാനപ്പെട്ട എന്തോ കാര്യം പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതെന്താന്ന് വെച്ച ഇയാൾ ഇരിക്കേ. ഞാൻ നിൽക്കാം സാർ. അല്ല ഇരിക്കേ. വേണ്ട ചേട്ടാ, സാറ് പറഞ്ഞോളൂ. ഞാൻ ഇരിക്കണം. അങ്ങനെ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട, ആരെങ്കിലും ഒക്കെ ഇരുന്നാ പോരാ, ഞാൻ ഇരിക്കാം. മണി ആണെങ്കിൽ ഇവിടെ ഞാൻ ഇരുന്നോളാം. കണ്ട മിടിക്കുകയാണ്. ഇയാള് പറഞ്ഞനുസരിച്ചേ ഭയങ്കര ഒതുക്കമുള്ള പ്രകൃതമാണ്, പാവങ്ങളാണ് എൻ്റെ മക്കളെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അയ്യോ എന്തോ വെച്ചാ, ഞാനങ്ങനെ ഒട്ടും ഒതുങ്ങിയ ടൈപ്പല്ല സാർ. ശരീരം കാണുമ്പോ അറിയാം അത് പിന്നെ നമ്മുടെ ഈ സമൂഹത്തില് ഒതുങ്ങി നിന്നാലൊന്നും നമുക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ എന്റെ ചേച്ചിയുണ്ട്, ഇച്ചിരി ഒതുങ്ങിയ ടൈപ്പ്. അയ്യോ പറയണ്ട ഒതുങ്ങി ഈർക്കില് പോലെ ആയിരിക്കുക. ഇപ്പോഴേ മറ്റേ ഡിഷും ഒക്കെ ഉണ്ടോ? ബോക്സിംഗ് ഒക്കെ ഉണ്ട്. അച്ഛൻ പറയായിരുന്നു. അത് അച്ഛനല്ലേ സാറ്, ഞങ്ങൾക്ക് അങ്കിളല്ലേ. അയ്യോ അതങ്ങനെ പിള്ളേരെ വിളിച്ചോട്ടെ. ബഹുമാനവും കാര്യങ്ങളൊക്കെ നമുക്ക് ആഫീസിൽ പോരെ, പിള്ളേരെ അങ്കിളൊന്ന് വിളിച്ചോട്ടെ. അയ്യോ ഞാനേ സംസാരിച്ചിട്ട് മറന്നുപോയി. ചായ വേണോ, നാരങ്ങ വെള്ളം, എന്തെങ്കിലും ജ്യൂസ്? ചായ ആവാൻ മണിയെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഈ വെറും മണിയേ ഉള്ളോ, അതിന്റെ മുമ്പിലും വാലും വല്ലതും ഒക്കെ ഉണ്ടോ? ഇല്ല, മണിന്ന് വീട്ടിൽ വിളിക്കുന്നതാണ്. മണിക്കുട്ടിന്ന് വീട്ടിലെ പേരാണ്, ശാരദാമണി എന്നാണ് ഒഫീഷ്യൽ നെയിം. ആണോ? ശരിക്കും പറഞ്ഞാലേ അങ്കളെ, പുലിന്താടെ വീട്ടിൽ ഭാർഗവൻ പിള്ളയുടെ മകൾ ശാരദാമണി എന്നാണ് അറിയപ്പെടുന്നത്. കുടുംബക്കാരി പുലിനട വീട്. അപ്പൊ മണി, ശാരദാമണി ഒരു വിത്തൗട്ട് ചായ എടുത്തു. സാറ് എന്തോ പറയണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ല. കാര്യം പറഞ്ഞില്ല. അതെ, അതിപ്പോ ശാരദാമണിയും കൂടെ വരട്ടെ, രണ്ടുപേർക്കും കൂടെ കേൾക്കത്തക്ക രീതിയിൽ പറയാൻ പറ്റും. മണി ചായ ഒന്ന്. സാർ മണി വന്നു. സാറ് പറയാന്ന് പറഞ്ഞ കാര്യം അത് പറയാന്ന് വെച്ചാല് അത് ഇത്തിരി വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങളുണ്ട്, കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ചായ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ ഊണൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വിശാലമായിട്ട് ഇരുന്ന് സംസാരിക്കാം. അതല്ലേ ആണോ? ഞങ്ങൾക്ക് ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് കണ്ട കൊള്ളാമെന്ന്. ശരി സാർ, എന്നാലേ നമുക്ക് മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി പുറത്തൊക്കെ ചുറ്റിക്കിറങ്ങി കാണാം. മുറ്റത്ത് പോവാണെങ്കിൽ നമുക്ക് ആദ്യം പൂന്തോട്ടത്തിലോട്ട് പോവാം. അവിടുത്തെ ചെടിയൊക്കെ ഞാനാ നട്ടത്. ആണോ? ആ ചെടിയൊക്കെ മോളാണ് നട്ടത്? ഞാനാ. അയ്യോ, എല്ലാം വാടി കഴിഞ്ഞ് നിൽക്കുകയാണല്ലോ. അത് പിന്നെ വാടി കഴിഞ്ഞ് നിക്കണേണ്ട കാര്യം ഇവളാണ് വെള്ളം ഒഴിക്കണം. ആണോ? അല്ലല്ല, ഇവിടെ ഒരു ബംഗാളി പയ്യനുണ്ട്, അവനാ അതൊക്കെ ചെയ്യും. ആ പയ്യ ഇപ്പൊ ഇല്ല, അപ്പൊ അതുകൊണ്ട് ചേച്ചി ഒഴിക്കുന്നത്. എന്നാലും ശ്രദ്ധിക്കണ്ടേ, എല്ലാം അങ്ങ് വാടി നിൽക്കുക. വീട്ടിന്റെ കാര്യമല്ലേ കുഞ്ഞുങ്ങളെ, എല്ലാം ശ്രദ്ധ വേണം. അപ്പൊ പിന്നെ അങ്ങോട്ട് പോകാം. അതെ വരൂ അങ്കിൾ. ഊണിന്റെ അരി റെഡിയാക്കാം. അടുത്ത് വെച്ചാലേ പൊതിഞ്ഞ് വെച്ചാലേ വീട്ടിൽ കൊണ്ടുപോകാണ്ടോ. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.